ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചന്ദ്രികയുടെ അടുത്ത് ചന്ദ്രിക ടെറസിൽ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ മലരുണ്ട്, അതുപോലെ തന്നെ ലക്ഷ്മി ഉണ്ടായിരുന്നു. അവളിങ്ങനെ നിലത്ത് എന്തൊക്കെയോ ഉണങ്ങാനൊക്കെ ഇട്ടിരിക്കുന്ന സമയത്താണ് പ്രിയ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നത്, ആൻറ്റി, നാളെ മലറിൻ്റെ കൂടെ എന്നെയും സ്കൂളിലേക്ക് കൊണ്ടുപോകാമോ? അത് കേട്ടപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഏയ് എന്താടാ, സാധാരണയായിട്ട് നിന്റെ അമ്മയല്ലേ കൂട്ടിക്കൊണ്ടു പോവാറ്? അപ്പോൾ പ്രിയ സങ്കടത്തോടെ പറയാണ്, കാറുള്ളപ്പോൾ അമ്മ കാറിലായിരുന്നു കൊണ്ടുവിടാറുള്ളത്. എന്നാൽ ഇപ്പോൾ കാറില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നടന്നിട്ടാണ് പോവാറ്. അങ്ങനെ നടക്കുന്ന സമയത്ത് എനിക്ക് വല്ലാതെ കാല് വേദനിക്കുന്നു. അത് കേട്ടിട്ട് ചന്ദ്രികയും ലക്ഷ്മിയും പരസ്പരം സങ്കടത്തോടെ നോക്കുവാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, ഞാൻ അമ്മയോട് ബസ്സിൽ നമുക്ക് സ്കൂളിൽ പോവാമെന്ന് പറഞ്ഞതാ, പക്ഷേ അമ്മയുടെ അടുത്ത് പൈസ ഇല്ലെന്നാ പറഞ്ഞത്. അമ്മയാണെങ്കിലും ജോലിയില്ലാതെ കഷ്ടപ്പെടുവാണ്. അതുകൊണ്ട് എനിക്ക് അമ്മയെ ശല്യം ചെയ്യാൻ തോന്നുന്നില്ല. ചന്ദ്രികയും ലക്ഷ്മിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി സങ്കടത്തോടെ നിൽക്കുകയാണ് മേഘയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഓർത്തിട്ട്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, നാളെ മുതൽ ഞാനും മലറിൻ്റെ കൂടെ ആൻറ്റിയുടെ കൂടെ സ്കൂട്ടറിൽ വരാം, പ്ലീസ് ആൻറ്റി. അപ്പോൾ തന്നെ ചന്ദ്രിക അറിയാതെ പറഞ്ഞുവാണ്, ഏയ് എന്താടാ പ്ലീസ് എന്നൊക്കെ പറയുന്നത്? നാളെ മുതൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ മോളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം, മതിയോ? താങ്ക്സ് ആൻറ്റി, പ്രിയ സമ്മതത്തോടെ പറയാണ്. ലക്ഷ്മിയും ചന്ദ്രികയും പുഞ്ചിരിക്കുന്ന സമയത്ത് മലരും പറയുന്നുണ്ട്, അതേ അമ്മ, പ്രിയ നടന്നു വരുന്നത് കാരണം ദിവസം സ്കൂളിൽ ലേറ്റായിട്ടാണ് വരാറ്. ഇനി മുതൽ പ്രിയയും എൻ്റെ കൂടെ സ്കൂട്ടറിലാണ് സ്കൂളിൽ വരിക, അല്ലേ? താങ്ക്സ് മലർ, പ്രിയയും പറയാണ്. എന്നിട്ട് രണ്ടുപേരോട് യാത്ര ചോദിച്ചിട്ട് ആ കുട്ടി അവിടുന്ന് പോവാണ്. എങ്ങനെ ജീവിച്ച മേഘയാണ് ഇപ്പോൾ ഇങ്ങനെ ആയത് ചന്ദ്രിക? പിന്നാലെ വന്നിട്ട് ലക്ഷ്മി പറയാണ് ചന്ദ്രികയോട്, മഹാറാണിയെ മാതിരിയാണ് മേഘ ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുട്ടിയെ സ്കൂൾ ബസ്സിലേക്ക് അയക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലായി. അത് കേട്ട് ചന്ദ്രികയ്ക്കും സങ്കടമാവുന്നുണ്ടായിരുന്നു. പ്രിയ പറഞ്ഞതുപോലെ മേഘയ്ക്ക് ജോലിയുമില്ല, അല്ലാത്ത വരുമാനവും ഇല്ല. പാവം, വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടാവും. അപ്പോൾ ചന്ദ്രിക പറയാണ്, മേഘ എത്രത്തോളം പഠിച്ചതാണമ്മ. അവൾ പഠിച്ച പഠിപ്പിന് അവൾക്ക് ഏത് കമ്പനിയിൽ വേണമെങ്കിലും നല്ല ജോലി കിട്ടും. എന്താ അവൾ എവിടെയും ജോലിക്ക് കയറാത്തത് എന്ന് മനസ്സിലാവുന്നില്ല. നീ പറഞ്ഞതും ശരി തന്നെയാണ്, ലക്ഷ്മി പറയാണ്. മേഘ തൊഴിലാളിയായി ജോലി ചെയ്തുകൊണ്ട് മുതലാളിയായി വന്നതല്ല. അവൾ ജോലിയിലേക്ക് കയറിയത് തന്നെ മുതലാളിയായിട്ടാണ്. അതുകൊണ്ടായിരിക്കും മറ്റൊരു കമ്പനിയിൽ പോയി ജോലി നോക്കുന്നത് അപമാനകരമായി അവൾക്ക് തോന്നുന്നത്. പക്ഷേ എത്ര നാൾ അവൾ ഇതുപോലെ കഷ്ടപ്പെടും? അമ്മ പറഞ്ഞത് ശരിയാണ്, ചന്ദ്രികയും അത് സമ്മതിക്കുന്നുണ്ട്. അല്പസമയത്തിന് ശേഷം ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ചന്ദ്രിക, ഞാനൊരു കാര്യം ചോദിച്ചാൽ മോൾ തെറ്റിദ്ധരിക്കരുത്. എന്താ അമ്മ? ഞാനിത് പറയുന്നത് മോളുടെ അച്ഛനോട് മോൾ പറയരുത്. എനിക്ക് വേണ്ടി മോളൊരു സഹായം ചെയ്യാമോ? ചന്ദ്രികയ്ക്കൊന്നും മനസ്സിലാവുന്നില്ല. പറയമ്മ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പിന്നെ മേഘയെ മോളുടെ കമ്പനിയിൽ എന്തുകൊണ്ട് ജോലിക്ക് ചേർത്തുകൂടാ? അമ്മ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചന്ദ്രികയും ചിന്തിക്കുകയാണ്. നീ പോയി വിളിച്ചു കഴിഞ്ഞാൽ അവൾ തീർച്ചയായിട്ടും വരും. പക്ഷേ ചന്ദ്രയ്ക്കൊരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. അവൾ പറയാണ്, മേഘ എൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് എനിക്ക് സന്തോഷം തന്നെയാണ് അമ്മ. പക്ഷേ ഈ കാര്യം മേഘ സമ്മതിക്കുമോ? സമ്മതിക്കുമായിരിക്കുന്ന മോളെ എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ടാ നീ മേഘയോട് ചോദിക്കുന്നത് എന്ന് അവൾ അറിയണ്ട. നീയായിട്ട് ചോദിക്കുന്നത് പോലെ അവളോട് ചോദിച്ചു നോക്ക്. ശരി. ചന്ദ്രിക പുഞ്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവൾ അമ്മയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാണ്, മേഘ അച്ഛനെയും അമ്മയും എത്രത്തോളം അപമാനിച്ചിട്ടുണ്ട്. എന്നിട്ടും അവൾക്കൊരു വിഷമഘട്ടം വന്നപ്പോൾ അവളെ സഹായിക്കണമെന്ന് അമ്മയുടെ മനസ്സ് പറയുന്നില്ലേ? അപ്പോൾ അത് കേട്ടിട്ട് ലക്ഷ്മി ഇങ്ങനെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഇതാണമ്മ സത്യസന്ധമായ സ്നേഹം എന്ന് പറയുന്നത്. അത് കേട്ടപ്പോൾ ലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ട് ചന്ദ്രികയെ നോക്കുകയാണ്. അപ്പോൾ അവൾ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഈ കാലഘട്ടത്തിൽ സ്വന്തമായിട്ട് പ്രസവിച്ച മക്കളെ പോലും കൊല്ലുന്ന അമ്മമാരുള്ള ഈ നാട്ടിൽ ആ ഒരു കുട്ടിയോട്, അതായത് വളർത്തിയ മകളോട് ഇത്രത്തോളം സ്നേഹം കാണിക്കുന്നില്ലേ? അത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നുവാണ്. തീർച്ചയായിട്ടും ഞാൻ അമ്മ പറഞ്ഞ കാര്യം മേഘയോട് സംസാരിക്കാം. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എല്ലാ മനുഷ്യന്മാരും എപ്പോഴും നന്നായിട്ട് തന്നെ ആയിരിക്കില്ല ജീവിക്കുന്നത്. ചില സമയങ്ങളിൽ ഓരോരുത്തരും ഓരോരോ മോശം കാര്യങ്ങൾ ചെയ്തു പോകും. നമ്മുടെ മേഘയും അങ്ങനെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. മേഘയ്ക്ക് കാലം ഓരോരോ കാര്യങ്ങൾ തെളിയിച്ചു കൊടുക്കും. ഇനിയെങ്കിലും മേഘ നന്നായിട്ട് ജീവിക്കുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ലക്ഷ്മി വീണ്ടും പ്രതീക്ഷയോടെ പറയാണ്. അപ്പോൾ ചന്ദ്രികയും പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് മേഘ നന്നായിട്ട് തന്നെയാണ് ജീവിക്കുക എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. ചന്ദ്രികയും പ്രതീക്ഷയോടെ സംസാരിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, ശരി മോളെ, നീ നിൻ്റെ ജോലി ചെയ്തോ, ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അവിടെ നിന്ന് പോവാണ്.
അതേസമയം മേഘയാണെങ്കിൽ അവളുടെ ചെറിയ വീട്ടിൽ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി കയ്യിലൊരു ചെറിയ പാത്രമായിട്ട് വന്നിട്ട് മേഘയെ ശകാരിക്കുകയാണ്. ഏയ് മേഘ, എന്താ പാത്രം ഇനിയും വൃത്തിയായിട്ട് കഴുകാൻ നീ പഠിച്ചില്ലേ? ഇങ്ങോട്ട് നോക്ക്, ഈ പാത്രത്തിൽ ഇപ്പോഴും സോപ്പൊക്കെ ബാക്കിയുണ്ട്. മേഘ മുത്തശ്ശിയെ തന്നെ നോക്കി നിന്നപ്പോൾ അവർ പറയുന്നുണ്ട്, ഇങ്ങനെ തന്നെ പാത്രങ്ങൾ ശ്രദ്ധിക്കാതെ പാചകം ചെയ്തു വെച്ചാൽ നമുക്കെല്ലാവർക്കും വയറിളക്കവും ഛർദിയും വരും. മേഘ, നമ്മൾ വലിയ ആൾക്കാരാണ്, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല. എന്നാൽ ചെറിയ കുട്ടിയായിട്ടുള്ള പ്രിയ ഉണ്ട്, എന്നാ വൃത്തിയായിട്ട് കഴുകു എന്ന് പറഞ്ഞിട്ട് വീണ്ടും അത് ആ പാത്രം മേഘയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ മേഘ അത് വാങ്ങിയിട്ട് മുത്തശ്ശിയോട് സങ്കടത്തോടെ പറയാണ്, എനിക്ക് ഇതിനു മുമ്പ് പാത്രം കഴുകിയിട്ടുള്ളൊരു പരിചയമില്ല മുത്തശ്ശി. മുത്തശ്ശി വെറുതെ ഇരിക്കുകയല്ലേ, മുത്തശ്ശിക്ക് ഈ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചൂടെ? മേഘ കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചപ്പോൾ അവർ പറയുന്നുണ്ട്, ആ എനിക്ക് 2 കാലിലും നല്ല വേദനയാണ് മോളെ. ഡോക്ടർ ഇതുപോലുള്ള ജോലികളൊന്നും എന്നോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേഘ പറയാണ്, അങ്ങനെയാണെങ്കിൽ ചില കാര്യങ്ങളിലൊക്കെ കുറ്റവും കുറവുകളും കണ്ടുപിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അവർ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, മേഘ ഞാൻ പ്രായമായതാണ്, എനിക്കിനി എന്തെങ്കിലും സംഭവിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. പ്രിയ ചെറിയ കുട്ടിയാണ്, അവൾക്കും നിനക്കൊന്നും ഒന്നും സംഭവിക്കരുതല്ലോ, അതുകൊണ്ടാണ് പറയുന്നത്. അയ്യോ ശരി ശരി, ഞാൻ കഴുകിക്കോളാം, മുത്തശ്ശി പൊയ്ക്കോ. നന്നായിട്ട് കഴുകു എന്നും പറഞ്ഞ് അവരകത്തേക്ക് പോവാണ്. അയ്യോ ഇതൊക്കെ എൻ്റെ തലയിലെഴുത്ത് എന്നും പറഞ്ഞിട്ട് മേഘ വീണ്ടും പാത്രം കഴുകുവാണ്. കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴാണ് ചന്ദ്രിക അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രിക വരുമ്പോൾ മേഘ അവിടെ ഇരുന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മേഘയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ ചന്ദ്രികയ്ക്ക് വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട്. മേഘ, അവൾ ചന്ദ്രികയെ വിളിക്കുകയാണ്. പക്ഷെ ചന്ദ്രികയെ കണ്ടപ്പോൾ മേഘ വലിയ മൈൻഡൊന്നും വെക്കുന്നില്ല, അവൾ കുറച്ച് അഹങ്കാരത്തോടെ തന്നെയാണ് ഇരിക്കുന്നത്. മേഘ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. എന്താ സംസാരിക്കേണ്ടത്? മേഘ അഹങ്കാരത്തോടെ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ചന്ദ്രികയുടെ സംസാരവും മേഘയുടെ സംസാരവും കേട്ട സമയത്ത് മുത്തശ്ശിയും മനോഹരനും അകത്ത് നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചന്ദ്രിക മേഘയോട് പറയാണ്, ഞാൻ വേണമെങ്കിൽ നിന്നെ സഹായിക്കട്ടെ? ഓ, പാത്രം കഴുകി തരാൻ വന്നതാണോ? മേഘ കളിയാക്കി ചോദിക്കുകയാണ്. അപ്പോൾ ചന്ദ്രികയുടെ ആ ഒരു നിൽപ്പ് കണ്ടപ്പോൾ മനോഹരൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഇവളെന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, പാത്രം കഴുകുന്നത് ഒരു അപമാനകരമായി കാണുന്നത് ഞാനല്ല. ചന്ദ്രിക ആദ്യം ഒരു വീട്ടുജോലിക്കാരി ആയതുകൊണ്ടാണ് മേഘ കളിയാക്കിയത്. അപ്പോൾ മേഘ പിന്നീട് പറയാണ്, ശരി ശരി, വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ പറയ്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നീ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നത് അമ്മയ്ക്ക് സഹിക്കാനാവുന്നില്ല. ദിവസവും നിന്നെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് അമ്മ സങ്കടപ്പെടുവാണ്. പക്ഷെ മേഘ അതൊന്നും വകവെക്കാതെ ഇങ്ങനെ മൈൻഡ് ചെയ്യാത്ത രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും പാവം തോന്നുന്നുണ്ടായിരുന്നു ലക്ഷ്മിയുടെ മനസ്സാലോചിച്ചിട്ട്. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ദിവസവും സ്കൂളിലേക്ക് ബസ്സിലേക്ക് അയക്കാൻ പോലും അമ്മയുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ് പ്രിയ സങ്കടപ്പെടുവാണ്. മനോഹരനും മുത്തശ്ശിയും പരസ്പരം വിഷമത്തോടെ നോക്കുവാണ്, ആ കുട്ടിയുടെ മനസ്സിന് അത്രയധികം സങ്കടം ഉണ്ടെന്ന് ആലോചിച്ചിട്ട്. മേഘ പക്ഷെ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. അപ്പോൾ ചന്ദ്രിക വിഷമത്തോടെയാണ് പറയുന്നത്, അമ്മയ്ക്ക് ദിവസവും നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷനാണ്. അച്ഛൻ നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് നിന്നെ ശിക്ഷിക്കണമെന്ന് കരുതിയിട്ടല്ല, നീ മാറാൻ വേണ്ടി മാത്രമാണ്. നീ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് നാളായി, നീ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുകയാണ്. നിനക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ വന്ന് ജോലി ചെയ്തുകൂടെ? അത് കേട്ടപ്പോൾ മേഘ ചന്ദ്രികയെ നോക്കുവാണ്. മുത്തശ്ശിക്കും മനോഹരനാണെങ്കിൽ അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. പക്ഷേ മേഘ പരിഹാസത്തോടെ ചന്ദ്രികയോട് ചോദിക്കുകയാണ്, നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ? അപ്പോൾ ചന്ദ്രിക തലതാഴ്ത്തിക്കൊണ്ട് പറയാണ്, നമ്മുടെ കമ്പനി എന്ന് വെച്ചാൽ എൻ്റെ കമ്പനി. പക്ഷെ അത് കേട്ടപ്പോൾ മുത്തശ്ശിക്കൊക്കെ ഒത്തിരി സന്തോഷമാവാണ്. കാരണം ചന്ദ്രിക വന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. മേഘയ്ക്കാണെങ്കിൽ ജോലിയില്ല, അവൾ ജോലി ചെയ്തിരുന്ന ആ ഒരു സ്ഥാപനത്തിൽ തന്നെയാണ് അവളോട് പോകാൻ പറയുന്നത്. പക്ഷേ ചന്ദ്രികയുടേതാണ് ഇപ്പോഴത്തെ കമ്പനി, എന്നാലും കുഴപ്പമില്ല, ചന്ദ്രിക ക്ഷണിച്ചല്ലോ. പക്ഷെ മേഘയ്ക്ക് അത് കേട്ടപ്പോൾ നല്ല ദേഷ്യമാണ് വരുന്നത്. മേഘ പാത്രം കഴുകുന്നത് മാറ്റിവെച്ച് എഴുന്നേറ്റിട്ട് ചന്ദ്രികയോട് ചോദിക്കുകയാണ്, ഓ, നിന്റെ കമ്പനിയിൽ വന്ന് എന്നോട് ജോലി ശമ്പളത്തിന് വേണ്ടി പറയുവാണോ? ഇതെന്താ മേഘ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊരു ഭാവത്തിലായിപ്പോയി മുത്തശ്ശിയും മനോഹരനും. അപ്പോൾ മേഘ അഭിമാനത്തോടെ പറയാണ്, ഞാൻ എത്ര ജോലിക്കാർക്ക് മുതലാളിയായിട്ട് ശമ്പളം കൊടുത്ത ആളാണെന്നറിയോ? നിനക്കൊക്കെ അത് എന്തറിയാം? ഈ ചെറിയ വീട്ടിൽ വന്നിട്ട് 10 പാത്രം കഴുകിയെന്ന് കരുതി എൻ്റെ വിലയില്ലാതായി എന്നാണോ നീ കരുതുന്നത്? ഒരു നാളും മേഘ താഴ്ന്നു പോവില്ല. മേഘ അഭിമാനത്തോടെയും അഹങ്കാരത്തോടെയാണ് സംസാരിക്കുന്നത്. ഞാൻ എന്താ പഠിച്ചിരിക്കുന്നത് നിനക്കറിയാമോ? ഞാൻ എവിടെയാ പഠിച്ചതെങ്കിലും നിനക്കറിയാമോ? അല്ല, ഞാൻ എത്രത്തോളം മെഡലുകൾ വാങ്ങിയിട്ടുണ്ടെന്ന് നിനക്കറിയുമോ? ചന്ദ്രിക മറുത്തൊന്നും പറയാതെ ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. പക്ഷെ മേഘയുടെ അഹങ്കാരം മുത്തശ്ശിയും മനോഹരനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മേഘ അവസാനം പറയാണ്, എല്ലാത്തിനും ഉപരി സ്കൂളിൻ്റെ പടി പോലും കാണാത്ത നീ എനിക്ക് ജോലി തരികയാണോ? മേഘ ചന്ദ്രികയെ പരിഹസിക്കുന്നത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ആകെ വല്ലാതെ ആവുന്നുണ്ട്. കാരണം മേഘയ്ക്കൊരു ജോലി കൊടുക്കാൻ വന്നതാണ് ചന്ദ്രിക.
പക്ഷെ മേഘ പുച്ഛത്തോടെ പറയാണ്, നിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ കൈകെട്ടി നിന്ന് ജോലി ചെയ്യുന്നു നീ ആഗ്രഹിച്ചോ? നിനക്ക് എത്രത്തോളം അഹങ്കാരം കാണും? മേഘ ചന്ദ്രികയെ പരിഹസിക്കുന്നത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും ആകെ വല്ലാതാവുന്നുണ്ടായിരുന്നു. കാരണം ചന്ദ്രികയ്ക്ക് അവകാശപ്പെട്ട ഓരോരോ കാര്യങ്ങളുമായിരുന്നു മേഘ കുട്ടിക്കാലത്ത് തട്ടിയെടുത്തിരുന്നത്. ഇന്ന് മേഘ പഠിച്ചിരിക്കുന്ന ഈ പഠിപ്പ് മുഴുവൻ ചന്ദ്രികയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഇത്രയൊക്കെ തന്നെ ദ്രോഹിച്ചിട്ടും വീണ്ടും മേഘയ്ക്ക് ജോലി കൊടുക്കാനുള്ള നന്മ നിറഞ്ഞ മനസ്സുമായിട്ടാണ് ചന്ദ്രിക വന്നിരിക്കുന്നത്. എന്നിട്ട് മേഘ അതിനെയും അപമാനിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ആകെ സങ്കടം തോന്നുവാണ്. മാത്രമല്ല ചന്ദ്രികയുടെ മനസ്സിൻ്റെ നന്മയെ അവൾ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് ഓർത്തിട്ട് പോലെ അവർക്ക് സങ്കടം തോന്നുന്നുണ്ട്. അപ്പോൾ ചന്ദ്രികയും പറയുന്നുണ്ട്, മേഘ എന്തിനാ നീ ഇങ്ങനെ തെറ്റായിട്ട് സംസാരിക്കുന്നത്? നീ ചിന്തിക്കുന്നത് മുഴുവൻ തെറ്റായിട്ടാണ്. നീ ഇത്രയധികം പഠിച്ചത് കാരണം മറ്റുള്ള കമ്പനിയിൽ പോയിട്ട് ജോലി ചെയ്യില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മുടെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്തോട്ടെ എന്ന് അമ്മ വിചാരിച്ചത്. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചത്. അല്ലാതെ നീ കരുതും പോലെ നിന്നെ അപമാനിക്കാനോ നാണം കെടുത്താനോ അല്ല ഞാൻ വന്നത്. അപ്പോൾ മേഘ വീണ്ടും കളിയാക്കാണ്. അതെ അതെ അതെ, നീ ഒരുപാട് നല്ലയാളാണ്. നിന്നെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയും. ചന്ദ്രികയുടെ നേരെ കൈകൂപ്പിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ പഠിപ്പ് കൊണ്ട് ഏത് കമ്പനിയിൽ വേണമെങ്കിലും CEO ആയിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. അപ്പോൾ മനോഹരം പിറുപിറുക്കുന്നുണ്ട്. അതെ അതെ, കമ്പനികളൊക്കെ കാത്തു നിൽക്കുകയാണ്, അങ്ങ് ചെന്നാൽ മതി. അപ്പോൾ മേഘ വലിയ ആളായിട്ട് പറയാണ്, പക്ഷേ എനിക്കതിൽ താല്പര്യമില്ല. സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി അതിൻ്റെ മുതലാളിയായിട്ട് നിൽക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ കമ്പനിയിൽ വാ, ജോലി ചെയ്, ശമ്പളം തരാം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് ഇനി ഒരു പ്രാവശ്യം കൂടി നീ വന്നാൽ നോണം കെടുത്തും ഞാൻ. മേഘ പറഞ്ഞത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും മനോഹരനും ആകെ വല്ലാതാവുകയാണ്. ചന്ദ്രിക വന്ന് പറഞ്ഞതെന്തോ തിരിച്ച് മേഘ പ്രതികരിക്കുന്നത് വേറെതോ രീതിയിൽ. എന്നിട്ട് ചന്ദ്രിക മറുത്തൊന്നും പറയുന്നില്ല. അതുമാത്രമല്ല മേഘ പറയാണ്, മഹേന്ദ്രൻ്റെ ലക്ഷ്മിയുടെ മകളായി ജനിച്ചത് കൊണ്ട് നീ എന്തോ വലിയ സംഭവമാണെന്ന് കരുതുന്നുണ്ടോ? നിന്റെ കുഗ്രാമത്തിൽ നിന്ന് ഒരു ചെറിയ ബാഗും എടുത്തിട്ട് ഈ നാട്ടിൽ ജോലിക്കാരിയായിട്ടല്ലേ നീ വന്നത്? അതാണടി നിന്റെ യഥാർത്ഥ സ്റ്റാറ്റസ്. എൻ്റെ കണ്ണിൽ ഇപ്പോഴും നിനക്ക് ആ വില മാത്രമേ ഉള്ളൂ. അത് നീ മറക്കണ്ട. ചന്ദ്രികയെ മാക്സിമം അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് മേഘ. നീ കാണാറില്ലേ, അടക്കാക്കുരുവി എത്രത്തോളം ഉയരത്തിലേക്ക് പറക്കാൻ ശ്രമിച്ചാലും അതൊരു കാലത്തും പരുന്തായി മാറില്ല. അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇതുപോലൊരു ഡയലോഗ് അടിക്കാമെന്ന് നീ കരുതണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം നീ എപ്പോഴും ആ പഴയ വീട്ടുജോലിക്കാരി തന്നെയാണ്. ചന്ദ്രികയെ അപമാനിച്ചുകൊണ്ടേ നിൽക്കുകയാണ് മേഘ. അതൊക്കെ കേൾക്കുമ്പോൾ ചന്ദ്രികയ്ക്കും അതുപോലെ മുത്തശ്ശിക്കും മനോഹരനൊക്കെ ആകെ വിഷമാവുന്നുണ്ട്. എന്തൊക്കെയാ മേഘ പറയുന്നതെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ മേഘ ഒട്ടും താണു കൊടുക്കുന്നേയില്ല. മേഘ പറയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കാലത്തും നീ എനിക്കൊപ്പം വളരില്ല. അത്രയും നേരം ക്ഷമയോടുകൂടിയാണ് ചന്ദ്രിക മേഘ പറയുന്നത് മുഴുവൻ കേട്ടു നിന്നത്. പക്ഷെ അതിനുശേഷം അവളൊന്ന് പരിഹസിച്ച് ചിരിക്കുകയാണ്. അതെ, നീ പറഞ്ഞത് ശരിയാ. ഒരു കാലത്തും നിനക്കൊപ്പം വളരാൻ എനിക്ക് പറ്റില്ല. നിന്റെ അതേ ക്യാരക്ടർ ആവാനും എനിക്ക് സാധിക്കില്ല. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി എത്രയും പെട്ടെന്ന് നീ മുതലാളിയായിട്ട് തന്നെ വരണം. അതിനെൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ മനോഹരനെ നോക്കിയിട്ട് ചന്ദ്രിക അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. ചന്ദ്രിക അത്രയും സംസാരിച്ചപ്പോൾ മേഘയുടെ മുഖത്ത് ചെറിയൊരു ഭാവഭേദം ഉണ്ടായിരുന്നു. എന്നിട്ട് ചന്ദ്രിക അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ മേഘ ഞൊട്ടയിട്ട് വിളിക്കുകയാണ്, ഒരു നിമിഷം അവിടെ നിൽക്ക്. ഇതെന്താ ഇവൾ പിന്നെയും വിളിക്കുന്നത്? മുത്തശ്ശി മനോഹരം പരസ്പരം പറയാണ്, നോക്ക് ചേച്ചി എന്താ പറയുന്നത് കേൾക്കാം. അപ്പോൾ മേഘ ചന്ദ്രികയ്ക്ക് പിന്നാലെ പോയിട്ട് പറയാണ്, ഇനിയും കുറച്ചു കാലം കൊണ്ട് എൻ്റെ കമ്പനിയിൽ നീ ജോലിക്കാരിയായി വരും. ചന്ദ്രികയോട് പോയിട്ട് മേഘ പറയാണ്, തീർച്ചയായിട്ടും അങ്ങനെ നടക്കും. ചന്ദ്രിക മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ മേഘ വീണ്ടും പറയാണ്, നിൻ്റെ അച്ഛനും അമ്മയും ചോറ് തിന്നാൻ പോലും വകയില്ലാതെ എൻ്റെ നേരെ തന്നെ കൈ കാണിച്ചുകൊണ്ട് വരും. അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞതുകൊണ്ട് തീർച്ചയായിട്ടും അവൾ പ്രതികരിക്കുന്നുള്ളത് മുത്തശ്ശിക്കും മനോഹരനും അറിയായിരുന്നു. അതുപോലെ തന്നെ ചന്ദ്രിക പറയാണ്, ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം എൻ്റെ അച്ഛനെയും അമ്മയും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിക്കില്ല. സൂപ്പർ ചേച്ചി, ശരിയായ മത്സരം. മനോഹരൻ ചേച്ചിയോട് പറയാണ്. പക്ഷെ ചന്ദ്രികയുടെ ഭാഗത്താണ് അവർ രണ്ടുപേരും നിൽക്കുന്നത്. ചന്ദ്രിക അവിടെ നിന്നും പോയതായിരുന്നു, പക്ഷെ പിന്നീട് വീണ്ടും തിരിച്ചു വരികയാണ്. എന്തിനാന്ന് നോക്കി നിൽക്കുകയാണ് മുത്തശ്ശി മനോഹരനും. അപ്പോൾ അവൾ വീണ്ടും മേഘയോട് പറയുന്നുണ്ട്, മേഘ നീ ഇത്രയധികം പറഞ്ഞിട്ടും മനസ്സ് കേൾക്കാത്തത് കൊണ്ടാണ് വീണ്ടും ചോദിക്കുന്നത്, അതും പ്രിയക്ക് വേണ്ടി മാത്രം. എന്താ? പ്രിയക്ക് നിൻ്റെ ഒപ്പം നടന്നിട്ട് വരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. നാളെ മുതൽ ഞാനും അവളെ സ്കൂട്ടറിൽ കൊണ്ടുവിടാന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ മേഘ അതും വിട്ടുകൊടുക്കുന്നില്ല. ഇങ്ങോട്ട് നോക്ക്, എനിക്കോ എൻ്റെ മകൾക്കോ നിൻ്റെ ദയ ആവശ്യമില്ല. എൻ്റെ മകളെ സ്കൂളിൽ കൊണ്ടുവിടാൻ എനിക്കറിയാം. മേഘ അവളെ കൊണ്ട് നടക്കാൻ സാധിക്കുന്നില്ല, കാൽ വേദനിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ചോദിച്ചത്. അത് ആലോചിച്ച് നീ വിഷമിക്കേണ്ട കാര്യമില്ല.
എൻ്റെ മകളല്ലേ, ഞാൻ നോക്കിക്കോളാം. ഇങ്ങോട്ട് നോക്ക്, ഇനി ഒരു കാര്യം ഞാൻ പറയാം. എൻ്റെയോ എൻ്റെ മകളുടെയോ കാര്യത്തിൽ നീ തലയിടേണ്ട ആവശ്യമില്ല. പോ എന്ന് പറഞ്ഞു കേട്ടതും പിന്നീട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ചന്ദ്രിക അവിടെ നിന്ന് പോവാണ്. അപ്പോൾ മുത്തശ്ശി മനോഹരം പറയുന്നുണ്ട്, എന്താ ചേച്ചി ഇങ്ങനെ ഇവള്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലടാ, എന്തായിരിക്കും ഇവൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ അവർ മേഘയോട് കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല. തിരിച്ച് വീട്ടിനകത്തേക്ക് പോയിട്ട് മനോഹരം പറയുന്നുണ്ട്, എന്താ ചേച്ചി ഇങ്ങനെ, ചന്ദ്രിക ഇങ്ങോട്ടേക്ക് വന്നിട്ട് ജോലി തരാമെന്ന് പറയുന്നു, എന്ന് ഇവളാണെങ്കിൽ ജോലിക്ക് പോകാനും കൂട്ടാക്കുന്നില്ല. ചേച്ചി എന്തെങ്കിലും മേഘയോട് പറഞ്ഞിട്ട് മേഘയോട് ചന്ദ്രികയുടെ കമ്പനിയിൽ ജോലിക്ക് പോകാൻ പറ ചേച്ചി. ഞാൻ പറഞ്ഞ അവൾ കേൾക്കുവാടാ, എന്തെങ്കിലും പറയും ചേച്ചി, ചേച്ചി പറഞ്ഞ അവൾ അനുസരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയും നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ വേറെ വരുമാനമില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മേഘ സമ്മതിക്കേയില്ല. നീ ചന്ദ്രികയുടെ അടുത്ത് ജോലിക്ക് പോവുകയാണെങ്കിൽ അവളുടെ കൂടെ നിന്നിട്ട് തന്നെ ചന്ദ്രികയെ ചതിക്കാം എന്ന് പറഞ്ഞു കൊടുക്ക്. അങ്ങനെയാണെങ്കിൽ മേഘ ജോലിക്ക് പോവും. മനോഹരൻ ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോൾ മുത്തശ്ശിക്കും തോന്നുവാണ് അതൊരു നല്ല ഐഡിയ ആണെന്ന്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.